നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയം. നിങ്ങളുടെ നാളെ 1201 വൃശ്ചിക മാസം 11-ാം തീയതി, അതായത് 2025 നവംബർ മാസം 27-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:28, അസ്തമയം വൈകിട്ട് 5:56. നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. അപ്രകാരം ഗുളികകാലം, യമകണ്ഠകാലം ഒക്കെയുണ്ട്. പക്ഷെ നാം രാഹുകാലത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് എല്ലാ ശുഭകാര്യങ്ങളും. സാധാരണ നാട്ടിൽ എല്ലാവർക്കും അറിയാം, ഒരു വിവാഹ മുഹൂർത്ത നിശ്ചയത്തിന് പോയാലും യാത്രക്കൊക്കെ രാഹുകാലം നോക്കണേ എന്ന് വിളിച്ചു പറയും പഴയ കാരണവന്മാർ. അവർക്ക് വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലെങ്കിലും ദേ ഷുഡ് ഹാവ് ഗുഡ് അവയർനെസ് ഓഫ് വാട്ട് ഈസ് രാഹു കാല. നമ്മുടെ നാട്ടിലൊരു പതിവായ ഒരു ചടങ്ങാകുന്നു. നാളത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. പ്രത്യേകിച്ച് വ്യാഴാഴ്ച നല്ലൊരു ദിവസമാണ്. വെളുത്തപക്ഷത്തിലെ അവിട്ടമാണ്. നാളെ വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. സപ്തമി വെളുത്തപക്ഷത്തിൽ ചന്ദ്രനിത വളരെ ശക്തമായി തന്നെ സാന്നിധ്യമറിഞ്ഞ് മുന്നോട്ട് വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ അവിട്ടം നക്ഷത്രത്തിൽ നന്നായി ആ ചൊവ്വ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിലാണ്. അതിനാൽ ഭദ്രകാളി പ്രധാനമായ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിക്കാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ. കാളി മന്ത്രമാകുന്നു അതിശക്തമായ മന്ത്രം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുല ധർമ്മം ച മാം ച പാലയ പാലയ. എത്ര ശക്തമായ മന്ത്രമാണിത്. അതിനാൽ നാളത്തെ ദിനം ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കോ സാമ്പത്തിക വിഷയങ്ങൾക്കോ ഒക്കെ തന്നെ നാളത്തെ ദിനം വളരെ അനുകൂലമാണ്. തിഥി നല്ലതാണ്, നക്ഷത്രം നല്ലതാണ്, ദിനവും നല്ലതാണ്. അതിനാൽ നാളത്തെ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാലത്ത് 11 മണി മുതൽ 12 മണി വരെയുള്ള സമയം വളരെ നന്നായി എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണെന്ന് അറിയുക. അതിലൂടെ എല്ലാ ഐശ്വര്യവും വരട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.